ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതായത് നമ്മൾ ഫേസ് ഷെയ്ഡിങ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ മിക്കവർക്കും തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ് ആയിരിക്കും. അതിപ്പോൾ കളർ പെൻസിലാണെങ്കിലും ശരി, അല്ലാത്ത ഡ്രോയിങ് ആണെങ്കിലും ശരി, നമുക്ക് ഷെയ്ഡിങ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്ന ആ ഒരു പാർട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഔട്ട്ലൈൻ ചെയ്തേക്കുന്നതിൻ്റെ ആ ഒരു ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് എടുത്തിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്നതിൻ്റെ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ ബ്രിസ്റ്റോയുടെ പെൻസിലാണ്. അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം റേറ്റ് വരുന്നൊരു പെൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് സ്കിൻ കളർ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് സ്കിൻ കളർ ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സെറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഡോംസ് ആണെങ്കിലും ആർട്ടിലാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ നമുക്ക് സ്കിൻ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സെറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫേസിൽ നമുക്ക് ഒരുപാട് ഡാർക്ക് ഷെയ്ഡൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് സ്കിൻ കളർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ലൈറ്റ് അടിക്കുന്ന ഒരു ഫേസാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഇപ്പം കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാനിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഫേസ് സെലക്ട് ചെയ്യാണ്ടിരിക്കുക. അതായത് തുടങ്ങുന്ന സമയത്ത് കുറച്ചൊന്ന് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് ഡാർക്ക് ഷെയ്ഡുള്ള ഫോട്ടോസ് കൂടുതലും സെലക്ട് ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ഡാർക്ക് ഷെയ്ഡുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് അങ്ങോട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഫേസ് വേറൊരു തരത്തിലേക്ക് പോകും. ആ ഒരു ഡ്രോയിങ് മിസ്റ്റേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതേസമയം കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വരുന്ന ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഷെയ്ഡ് ചെയ്ത് പഠിക്കാനുള്ളൊരു ഈസി ഉണ്ടാവും. നമ്മൾ എപ്പോഴും ലൈറ്റ് ഷെയ്ഡിൽ നിന്നാണ് ഡാർക്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പെൻസിലിൻ്റെ ആ ഒരു നെയിമൊക്കെ ഞാനിവിടെ സൈഡിൽ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പെൻസിൽ നിങ്ങളെടുത്തിട്ട് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്കിൻ കളർ 3 ടൈപ്പ് ഉണ്ട്. ഏറ്റവും ലൈറ്റായിട്ട്, പിന്നെ ഇച്ചിരി മീഡിയം, പിന്നെ കുറച്ച് ഡാർക്ക്, അങ്ങനെ 3 ടൈപ്പ് സ്കിൻ കളർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബേബി പിങ്ക് എന്ന് പറഞ്ഞ കളർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ ഷെയ്ഡിങ് മാത്രമേ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ ഒന്നിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അല്ലെങ്കിൽ അത്ര നേരം നിങ്ങളിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി തോന്നാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടുത്തൊരു പാർട്ടുണ്ടാക്കി നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. പലരും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ പോലും പലരും അതിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാറില്ല, അല്ലെങ്കിൽ ശ്രമിച്ച് നോക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിയാകുമോ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ അവർക്ക് ഉള്ളിലുണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ടെൻഷൻ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം നിങ്ങളൊന്ന് വരച്ച് നോക്കാനുള്ളൊരു മനസ്സ് കാണിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനും വരച്ച് തുടങ്ങിയ സമയത്ത് പെൻസിൽ ഡ്രോയിങ് ഞാൻ കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പം എനിക്കും ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ടെൻഷനുണ്ട്. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി വരുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറേയൊക്കെ എന്താ പറയുക, പിന്നെയും അങ്ങനെയുള്ള ഡ്രോയിങ്സൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടി വന്നിട്ട് നമ്മൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഉറപ്പിൽ തന്നെ നമ്മൾ ഡ്രോയിങ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ആദ്യം വാങ്ങിയ പെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പെൻസിൽ വാങ്ങിയത് ആർട്ട്ലൈൻ്റെ കളർ പെൻസിലായിരുന്നു. അപ്പം ആ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. നമ്മളെങ്ങനെ ചെയ്ത് തുടങ്ങണം, ഏത് കളറാണ് കൂടുതൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കളർ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഒരു പിടിയില്ലായിരുന്നു. അപ്പം നമ്മളെ കയ്യിലുള്ള ആ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഫോട്ടോയെ നോക്കിയിട്ട് ആ സ്കിൻ കളർ അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ കുറേയൊക്കെ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് വന്ന് കാര്യങ്ങളൊക്കെ വന്ന് സെറ്റായി വന്ന് ഇമ്പ്രൂവ് ആയി വരാൻ തുടങ്ങി. അപ്പം നമ്മളൊന്ന് ചെയ്ത് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു പേടിങ് മാറിയിട്ട് നമ്മൾ വീണ്ടും നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനുള്ളൊരു ഇത് നമുക്കുണ്ടാവും, ഒരു ധൈര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാനും പറ്റും. നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ക്ഷമയോടുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രം നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കളർ പെൻസിൽ ഡ്രോയിങ് എന്നല്ല, ഏത് ഡ്രോയിങ് ആണെങ്കിലും നമുക്ക് നല്ല ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് നിൽക്കുക, ഡ്രോയിങ് പഠിക്കാനായിട്ടിരിക്കുക. ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂർ ഉള്ളെങ്കിൽ പോലും ആ 1 മണിക്കൂർ നിങ്ങൾ ഡ്രോയിങ്ങിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡ്രോയിങ്ങിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആയെങ്കിൽ ആ കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇതുപോലെ ഡ്രോയിങ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.